നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 6 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്. കാരണം RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഇന്നാണ്. ഒരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന് നമുക്ക് അറിയാമെങ്കിലും നിരവധി പ്രതീക്ഷകളാണ് ഇന്നത്തെ RBI മീറ്റുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. ക്യാഷ് റിസർവ് റേഷ്യോയിൽ 25 മുതൽ 50 ബേസിസ് പോയിന്റ്സ് കുറവുണ്ടാകുമോ എന്ന് തന്നെയാണ് ബാങ്കിംഗ് സെക്ടർ ഉറ്റുനോക്കുന്നത്. അത്തരത്തിലൊരു തീരുമാനമാണ് RBIയുടെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ അത് ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് വളരെ വലിയൊരു ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാവാൻ സാധ്യതയുണ്ട്. കൂടാതെ MPC മീറ്റിംഗുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, അസ്ഥിരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട പണപ്പെരുപ്പത്തിൽ RBI ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് അരവിന്ദ് വീർമാണി, നീതി ആയോഗ് അംഗം, അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇനി സ്റ്റോക്കുകളിൽ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കുക ഒരുപക്ഷെ ടാറ്റ മോട്ടോഴ്സ് ആയിരിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇനി US മാർക്കറ്റുകളിലേക്ക് വരാം. ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ജോബ്സ് റിപ്പോർട്ട് സ്വല്പം നെഗറ്റീവ് ആയിരിക്കും എന്ന സൂചനകളെ തുടർന്നാണ് ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞത്. എന്നിരുന്നാലും ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി $1,00,000 പിന്നിട്ടിരിക്കുന്നു. ബിറ്റ്കോയിൻ വളരെ പെട്ടെന്ന് തന്നെയാണ് വലിയ നേട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ FIS ഇപ്പോൾ ബൈയിങ് മോഡിലാണുള്ളത്. അത് വളരെ പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഇനി സ്റ്റുഡൻസിന് നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വൻ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 50% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ഓഫർ ഉള്ളത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകളാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവന്റ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ്. രാവിലെ 10 മണി മുതൽ RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് മാധ്യമങ്ങളെ കാണും. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് RBI CRR നിരക്ക് കുറയ്ക്കുമോ എന്നത് തന്നെയായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ബാങ്കിംഗ് ഓഹരികൾ വലിയ നേട്ടമുണ്ടാക്കുന്നതും. ഇനി RBIയുടെ ഫോക്കസ് എത്തരത്തിലായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു വാർത്തയിലേക്കാണ്. അസ്ഥിരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട പണപ്പെരുപ്പത്തിൽ RBI ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് അരവിന്ദ് വീർമാണി, നീതി ആയോഗ് അംഗം, അറിയിച്ചതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. RBIയുടെ നിയന്ത്രണത്തിന് അതീതമായതിനാൽ അസ്ഥിരമായ ഭക്ഷ്യവിലകൾ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി സാമ്പത്തിക സർവേ 2023-24 RBIയുടെ പണപ്പെരുപ്പം ലക്ഷ്യമിടുന്ന ചട്ടക്കൂടിൽ നിന്ന് ഭക്ഷണം ഒഴിവാക്കണമെന്നാണ് ശുപാർശ ചെയ്യുന്നത്. ഇനി ഇവിടെ മറ്റൊരു സർവേ കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ 2022-23 കാണിക്കുന്നത് ഗാർഹിക ചെലവുകളിൽ ഭക്ഷണത്തിന്റെ പങ്ക് ഗണ്യമായി തന്നെ കുറഞ്ഞു എന്നാണ്. നോൺ വോളറ്റൈൽ ഐറ്റംസ് മാത്രം പരിഗണിക്കുകയാണെങ്കിൽ വോളറ്റൈൽ ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, പാല്, മുട്ട തുടങ്ങിയവ പരിഗണിച്ചില്ലെങ്കിൽ അത് RBIയുടെ റേറ്റ് കട്ട് കുറച്ചുകൂടി സ്പീഡ് കൂട്ടുന്ന ഒരു കാര്യമാവാനാണ് സാധ്യതയുള്ളത്. ഏതായാലും RBIയുടെ തീരുമാനം എത്തരത്തിലായിരിക്കും എന്ന് രാവിലെ നമുക്ക് 10 മണി വരെ കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്തയുള്ളത് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ചൈനയിലും യൂറോപ്പിലും ടാറ്റ മോട്ടോഴ്സിന്റെ JLR വിൽപ്പന ഇടിഞ്ഞിരിക്കുന്നു. ജാഗ്വർ ലാൻഡ് റോവർ ചൈനയിലെ 6 പാദങ്ങളിലെ ഏറ്റവും കുറഞ്ഞ ത്രൈമാസ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. റീറ്റെയിൽ വോളിയത്തിൽ 11% ഇടിവാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി JLRന്റെ ഏറ്റവും വലിയ വിപണിയായ ചൈന ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. US ആണ് ഇപ്പോൾ ആദ്യ സ്ഥാനത്തുള്ളത്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലും ഒരു ഇടിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. യൂറോപ്പിലെ JLRന്റെ വിൽപ്പനയുടെ അളവ് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഏതായാലും JLR സ്ലോ ഡൗൺ ആവുന്നത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം GPT ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ഒരു ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനും പൂർത്തിയാക്കലിനുമായി കമ്പനി ധാരണാപത്രത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അടുത്തത് മിസ്താൻ ഫുഡ്സ് എന്ന കമ്പനിയെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ്. ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലൂടെ ദുരുപയോഗം ചെയ്യുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്ത് കമ്പനിയുടെ പ്രൊമോട്ടർമാർക്കും ഡയറക്ടർമാർക്കും കൈമാറിയ 100 കോടിയിലധികം രൂപ തിരിച്ചടയ്ക്കാൻ മിസ്താൻ ഫുഡ്സിനോട് സെബി ആവശ്യപ്പെട്ടിരിക്കുന്നു. സെബി കമ്പനിയെ പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിക്കുന്നതും തടഞ്ഞിട്ടുണ്ട്. അടുത്തത് ഓല ഇലക്ട്രിക് ആണ്. ഉപഭോക്തൃ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കൂടുതൽ വിവരങ്ങളും രേഖകളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഓല ഇലക്ട്രിക്കിന് വ്യാഴാഴ്ച സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിൽ നിന്നും കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ഇതും കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസ് നൽകാറുണ്ട്. അതിൻ്റെയൊക്കെ പെർഫോമൻസ് എത്തരത്തിലാണ് എന്ന് നമ്മൾ ടെലഗ്രാമിലും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഓഫർ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുൻപ് ഇതുവരെയും ഇല്ലാത്ത ഒരു ഓഫർ, അതായത് 50% ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നത്.
അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ ആ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. കാനറ റുബൈക്ക അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലെയും കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിലെയും ഓഹരി പങ്കാളിത്തം യഥാക്രമം 13%, 14.5% എന്നിങ്ങനെയുള്ള ഒരു പ്രാഥമിക പബ്ലിക് ഓഫറിലൂടെ, അതായത് IPO-യിലൂടെ വിറ്റഴിക്കാൻ കാനറ ബാങ്കിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകി. അടുത്തത് നൈക്ക എന്ന കമ്പനിയാണ്. നിഫിർ പാരിഖ് CEO സ്ഥാനത്ത് നിന്നും ഡിസംബർ 5 രാജിവെച്ചിരിക്കുന്നു. പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ് ആണ് അദ്ദേഹം റിസൈൻ ചെയ്ത കാരണമായി പറഞ്ഞത്. അടുത്തത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്. ജർമ്മനിയിലെ 4+7500 WT വിവിധോദ്ദേശ കപ്പലുകളുടെ ഒരു പരമ്പരയിൽ നിന്ന് രണ്ടാമത്തെ കപ്പലിന്റെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി കമ്പനിക്ക് പുതിയൊരു കരാർ കൂടി ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഗ്രാനുൽസ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി സുരക്ഷ ഡയഗ്നോസ്റ്റിക് എന്ന കമ്പനി. ഇന്ന് സ്പ്ലിറ്റിന്റെ എക്സ് ഡേറ്റ് വരുന്ന ഒരു കമ്പനി എറയ ലൈഫ് സ്പേസസ് ആണ്. മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. മാർക്കറ്റ് 24,700 മുകളിലായി ക്ലോസ് ചെയ്തിരിക്കുന്നു. ഒക്ടോബർ 21 ശേഷമുള്ള ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി 241 പോയിന്റ്സും നിഫ്റ്റി ബാങ്ക് 337 പോയിന്റ്സും മിഡ് ക്യാപ്പ് 329 പോയിന്റ്സുമാണ് ഉയർന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ IT ഇൻഡെക്സ് ആയിരുന്നു. ഏകദേശം 2% ഉയർന്നു. ഇതോടെ IT ഇൻഡെക്സ് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. IGL ബോണസ് ഷെയർ ഇഷ്യൂ പരിഗണിക്കുന്നു എന്ന വാർത്ത വന്നതോടെ സ്റ്റോക്ക് 6% ഉയർന്നു. സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവ 5% നേട്ടമുണ്ടാക്കി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. BSE 12% ഉയർന്നത്. ഇതോടെ വീണ്ടും സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ആണ് വീണ്ടും ക്രിയേറ്റ് ചെയ്തത്. നിഫ്റ്റിയിലേക്ക് ഫസ്റ്റ് ഹാഫിൽ ഡൗൺ ആയെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു ഗംഭീര റിക്കവറി തന്നെയാണ് നിഫ്റ്റിയിൽ കണ്ടത്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. നിഫ്റ്റിക്ക് 24,700 ക്ലോസിംഗ് ബേസിസിൽ ക്രോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300 മുതൽ 24,350 വരെയുള്ള ലെവലായിരിക്കുമെന്ന്. കൃത്യമായി തന്നെ ആ സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. ഇതുകൂടാതെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഇവിടെ ഒന്ന് പരാമർശിക്കാനുള്ളത്, 24,700 മുതൽ 24,720 ആ ഒരു സോൺ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു. ബോളിഞ്ചർ ബാൻഡിന്റെ വീക്ക്ലി ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലും ഡെയിലി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ എൻഡും ഉള്ളത് ഈ ഒരു ലെവലിലാണ്. നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതും ഈ ഒരു ലെവലിൽ തന്നെയായിരുന്നു. നിഫ്റ്റി ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഇനി 24,500 മുതൽ 24,550 വരെയുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോൺ തന്നെയാണ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരുപക്ഷെ 25,000 ഒക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്തത് ഡെയിലി ക്യാൻഡിലാണ്. വലിയ ലോവർ ഷാഡോവും ചെറിയ അപ്പർ ഷാഡോയോടും കൂടിയ ഒരു ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആയിരുന്നു ഡെയിലി ചാർട്ടിൽ ഫോം ആയത്. ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലുള്ള ഒരു ബുള്ളിഷ് വോളിയമായിരുന്നു ഡെയിലി ചാർട്ടിൽ കാണാൻ സാധിച്ചത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000-ലാണ്. അതിനുശേഷം 24,900 സ്ട്രൈക്കിലും അതിനുശേഷം 24,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,700-ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് ആയിട്ടുള്ളത് 24,701-ആണ്. അതായത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ATM സ്ട്രൈക്കായ 24,700 സ്ട്രൈക്കിൽ 2,824% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ വെറും 36% വർധനവ്, ഒരു ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ് കാണുന്നത്. അടുത്തത് 24,650 സ്ട്രൈക്കിലും പുട്ട് സൈഡ് വളരെ ശക്തമായിട്ടാണുള്ളത്. 1,443% വളരെ വലിയൊരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 10% ഇടിവാണുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കോൾ സൈഡിലുള്ളത്. 24,750 സ്ട്രൈക്കിൽ 6,265% വർധനവ് പുട്ട് സൈഡിൽ, വലിയ ശക്തമായ ഒരു ലോങ് ബിൽഡപ്പ് കാണാം. എന്നാൽ കോൾ സൈഡിൽ വെറും 67% വർധനവ് മാത്രമാണുള്ളത്. ഒരു ചെറിയ ഷോർട്ട് ബിൽഡപ്പ് മാത്രമാണ്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. അതായത് മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ് ഇപ്പോഴും ബുൾസിന് അനുകൂലമായിട്ടാണ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്
53,603 336 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും വളരെ ശക്തമായ റിക്കവറി തന്നെയാണ് കണ്ടത്. ചാനൽ പാറ്റേണിന്റെ പിവറ്റിൽ ടച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റിക്കവറി കാണുകയുണ്ടായി. പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 24,467ലേക്ക് ബാങ്ക് നിഫ്റ്റി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിലും നല്ല ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഹയർ ലോ ഫോർമേഷനാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 53,250 ലെവലിന് മുകളിലായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയണം. അപ്സൈഡിൽ 54,000വും ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 54,467 പ്രധാനപ്പെട്ട ലെവലുകൾ തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം ഇപ്പോഴത്തെ സ്പോട്ട് പ്രൈസ് ആയിട്ടുള്ളത് 53,606 ആണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000, അതിനുശേഷം 55,000 സ്ട്രൈക്കും, അതിനുശേഷം 56,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 ആണ്, അതിനുശേഷം 52,500 സ്ട്രൈക്കിലും, അതിനുശേഷം 51,000 സ്ട്രൈക്കിലുമാണ്. ഈ പറഞ്ഞ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം 54,000 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500മാണ്. ഇന്ത്യ വിക്സിലേക്ക് 14.53 0.54% ഉയർന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഉയർന്ന് ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ഇനി FIDA ആക്ടിവിറ്റിയാണ്. 8,540 കോടി രൂപയ്ക്കാണ് FIS ബൈ ചെയ്തത്. DIS ആവട്ടെ 2,304 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. വലിയ വോളറ്റാലിറ്റി ആയിരുന്നു മാർക്കറ്റിൽ ഇന്നലെ കാണാൻ സാധിച്ചത്. കൂടാതെ FISന്റെ ബൈയിങ് ഇന്നലെ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. US മാർക്കറ്റിലേക്ക് വെള്ളിയാഴ്ചത്തെ തൊഴിൽ റിപ്പോർട്ടിനായി നിക്ഷേപകർ കാത്തിരിക്കുന്നതിനാലും ടെക് ഓഹരികൾ ഇടിഞ്ഞതിനാലും ഇന്നലെ ക്ലോസ് ചെയ്യുന്ന US മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.6% ഇടിഞ്ഞു. S&P 500 0.2%വും നാസ്ഡാക്ക് 0.2% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. സ്റ്റോക്കുകളിൽ ഇന്നലെ വലിയ ഇടിവുണ്ടാക്കിയത് യുണൈറ്റഡ് ഹെൽത്ത് ആയിരുന്നു. ഡൗ ജോൺസിലും S&P 500ലും നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ സ്റ്റോക്കിന്റെ ഇടിവ് ഡൗവിനെയും S&Pയെയും ബാധിക്കുകയുണ്ടായി. മാൻഹട്ടനിൽ യുണൈറ്റഡ് ഹെൽത്ത് കെയർ CEO ബ്രയാൻ തോംസൺ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. ഇന്ന് US മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരാനുള്ളത് ജോബ്സ് റിപ്പോർട്ട് തന്നെയാണ്. ഇനി റോയിറ്റേഴ്സ് സർവേ പ്രകാരം നവംബറിൽ US തൊഴിലുടമകൾ 2 ലക്ഷം തൊഴിലുകൾ ചേർത്തതായി വെള്ളിയാഴ്ചത്തെ തൊഴിൽ റിപ്പോർട്ട് കാണിക്കുമെന്നാണ് റോയിറ്റേഴ്സ് പ്രവചിക്കുന്നത്. ഇനി ഒക്ടോബറിലെ കണക്ക് നോക്കുകയാണെങ്കിൽ വെറും 12,000 ജോബ്സ് മാത്രമാണ് ചേർത്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസത്തെ ജോബ്സ് റിപ്പോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് 2020 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ചെറിയ വർധനയായിരുന്നു കണ്ടത്. ഇനി ഈ റോയിറ്റേഴ്സ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ എത്തരത്തിലായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ ഒരു 2 ലക്ഷം ജോബൊക്കെ ചേർക്കുകയാണെങ്കിൽ ജോബ് മാർക്കറ്റ് സ്ട്രോങ് ആണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇത് റേറ്റ് കട്ടിനെ ബാധിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഏതായാലും റിപ്പോർട്ട് എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത് ഡിസംബർ മാസത്തിൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോഴും 70%. ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ഇപ്പോൾ ഫോക്കസിലുള്ള ബാങ്കിങ് സൈഡ് തന്നെ നോക്കാം. ICICI ബാങ്ക് വലിയ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 3.30% ഉയർന്നു. HDFC ബാങ്ക് 0.04% ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തപ്പോൾ ആക്സിസ് ബാങ്ക് 0.29% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ടെക് സൈഡിൽ ഇന്നലെ സ്ട്രോങ് ക്ലോസിംഗ് തന്നെയാണ് ലഭിച്ചത്. ഇൻഫോസിസ് 1.51% ഉയർന്നപ്പോൾ വിപ്രോ 1.40% ഉയർന്നത്. ഡോക്ടർ റെഡ്ഡി 1.87% ഉയർന്നു. ഇനി US ഫ്യൂച്ചേഴ്സ് ഒരു മിക്സഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.01% നേട്ടത്തിലും S&P 500 0.05% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ യൂറോപ്പിൽ ക്ലോസ് ചെയ്ത പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.16% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.37% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.62% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.43% ഉയർന്ന ഇന്നലെ ക്ലോസ് ചെയ്തു. ബാങ്കിങ് ട്രാവൽ സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 2% ഉയർന്നു. ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്കുകൾ 0.35% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ഫോക്കസിലുള്ളത് ഫ്രഞ്ച് മാർക്കറ്റാണ്. ബുധനാഴ്ച നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി മൈക്കിൾ ബാർണറിയുടെ സർക്കാരിനെ അട്ടിമറിച്ചതിനെ തുടർന്ന് ഫ്രഞ്ച് വിപണിയാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.05% ഇടിവിലും, CAC 0.17% നേട്ടത്തിലും, FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സ് ഇപ്പോഴും ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നത് സൗത്ത് കൊറിയയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷനുകൾ തന്നെയാണ്. പ്രധാനപ്പെട്ട ഏഷ്യൻ മാർക്കറ്റുകളായ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.68% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ്
0.40% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.12% ഇടിവിലും, കോസ്പി മാർക്കറ്റ് 0.37% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഇടിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കാണുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി തന്നെയാണ്. 24,805 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഏകദേശം ഒരു 40 മുതൽ 45 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് ഇന്നലെ ചെറിയൊരു ഇടിവാണ് ഓയിൽ പ്രൈസുകളിൽ കണ്ടത്. ക്രൂഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് വൈകിപ്പിക്കാൻ ഒപെക് പ്ലസ് അംഗങ്ങൾ സമ്മതിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച എണ്ണവില കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ല. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $72.16 പെർ ബാരൽ എന്ന നിലയിൽ 0.09% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $68.43 പെർ ബാരൽ എന്ന നിലയിൽ 0.19% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.